ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സിദ്ദിഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ, ഒളിവിലാടാ. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദിഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്താടാ അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അയന്റെ പേരിൽ പറയാ, പുറത്താരോടും പറയരുത്. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? ഇങ്ങോട്ട് നോക്കി, ഹായ് മോളെ, ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. സ്ഥിരാണല്ലേ. ആദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്, ഇപ്പൊ നന്നായി കാണുന്നത്. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. എല്ലാം കയ്യിൽ നിന്ന് പോകുമല്ലോ ഈ തെണ്ടിക്കാരൻ. എല്ലാ കോഴികൾക്കും തുടക്കം, ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ കാണും. അണ്ണന്റെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ. ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ഇക്കൊക്കെ ആരെടുത്തെങ്കിലും ഈ മോളെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോണം ഇവ മറ്റേ പരിപാടിക്കാ നിക്കുന്നത്. ഇനിയാ ഞാൻ പോയി വരട്ടെ മക്കളെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ.